ആ ഡോക്യുമെന്റ്സ് എങ്ങനെ നിന്റെ മുറിന്ന് കിട്ടിയാല് അതോടെ സ്വത്തിന് വേണ്ടിയുള്ള നിന്റെ ഈ കപട നാടകം അവസാനിക്കും. ചെന്ന് നോക്ക്. ദേ പോവാമേ, വാ മാളവിക. അയ്യോ, ഓടി വരണേ അമ്മേ. വിനയ, 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 എന്താ പറ്റി? വിനയ, എടാ, വിനയ, 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 എഴുന്നേക്ക് വിനയ, എഴുന്നേക്ക്, 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 വിനയ, എടാ, വിനയ, 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 അയ്യോ, എഴുന്നേക്ക്, വിനയ, 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 എഴുന്നേക്ക്, വിനയ, എന്താ പറ്റി? വിനയ, തല പൊട്ടിയിട്ടുണ്ടല്ലോ. വിനയ, 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 എടാ, വിനയ, 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 ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോവാ. വേഗം വണ്ടി എടുക്ക. വിനയ, വിനയ, അച്ഛാ, വിനയ, വിനയ, വിനയ. ദേവേട്ടാ, ശ്വാസമില്ലല്ലോ ദേവേട്ടാ. വിനയ, എടാ വിനയ, നിനക്കൊന്നും പറ്റില്ല. വിനയ, എന്റെ വിനയ, 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 എടാ വിനയ, 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 വിനയ. നീ കൊടക്കാത്ത കയറിക്കോ. ദേവട്ടൻ വെയില് താങ്ങില്ലെന്നേ. ദേവട്ടത്തെ കോഫി. വിനയ, അടിച്ചു നിന്റെ പല്ലിയാൻ കൊഴിക്കും. ഞാൻ ഇന്ദുവിന് വേണ്ടി കൊണ്ടുവന്ന ഇത്, അതോട് മര്യാദയ്ക്കാകും കൊടുത്തേ. വിനയ, മാളയുടെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു ദേവേട്ട? വിനയ, വിനയ, മോനെ വിനയ, എഴുന്നേക്കടാ. എടാ വിനയ, എഴുന്നേക്കടാ, എഴുന്നേക്കടാ. വിനയ, എടാ വിനയ, ഒന്നുമില്ല, എഴുന്നേക്കടാ. വിനയ, നിനക്കൊന്നും പറ്റില്ല വിനയ, എഴുന്നേക്ക്. പ്ലീസ് വിനയ, ഒന്ന് കണ്ട ഓർക്കട. ഡോക്യുമെന്റ്സ്. അമ്മായി, പാവം നമ്മുടെ വിനയനെ കൊന്നതും ഈ ജാനകി തന്നെയെന്ന് ഉറപ്പായി. എനിക്ക് പറയാന്
അവനെ കൊല്ലണം. എന്തേ പറയുന്നേ? അതെ, നീ തന്നെ കൊന്നത്. ഈ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് അവൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവനെ തല്ലിക്കൊന്നത്. ഇല്ല, ഒരിക്കലുമില്ല. എനിക്കൊന്നും അറിയില്ലമ്മ. ദേവേട്ടാ, എനിക്കൊന്നും അറിയില്ല ദേവേട്ടാ. ഞാൻ എന്തിനാ എന്റെ വിനയനെ കൊല്ലുന്നേ? എനിക്കെല്ലാം അറിയാൻ ജാനകി. മിണ്ടി പോവരുത് ദേവ. ഇത്രയൊക്കെ നടന്നിട്ട് നീ പിന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുവാണോ? തന്റെ അനിയത്തി സേഫാ. ഇനി തന്റെ കളി തുടങ്ങിക്കോ. പാവം വിനയൻ. അവൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. അത്യാഗ്രഹം മൂത്തിയവൾ അവനെ കൊന്നു കളഞ്ഞല്ലോ. മിണ്ടിപ്പോകരുത്. എന്റെ വിനയ, വിനയ. മാഗി, നിങ്ങളും മിണ്ടരുത്. ആദ്യം എനിക്ക് പറയാനുള്ളതൊക്കെ കേക്ക്. എന്നിട്ട് എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇവള് നിങ്ങളുടെ അനന്തരവളാണെന്നല്ലേ വിശ്വസിച്ചിരിക്കുന്നത്? അത് തെറ്റാ. ഇവളാ നിൽക്കുന്ന ചന്ദ്രികയുടെ മകളാ. എന്തു തോന്നിയാസാ പറയുന്നേ? വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ സത്യാവോ? ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? നിനക്കിനി എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അനുജത്തി ഇപ്പൊ സുരക്ഷിതയായി എന്റെ കൂടെയുണ്ട്. അങ്കിൾ, എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് കൊന്നു കളയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത്രയും നാളും എന്റെ വായടപ്പിച്ചത് ഈ ചന്ദ്രികയാ. ആകാശ് എന്റെ അനിയത്തിയെ ഇപ്പൊ രക്ഷിച്ചതുകൊണ്ട് എനിക്കിനി സത്യം പറയാം. ഈ ചന്ദ്രികയുടെ മകളാ നിൽക്കുന്ന മാളവിക. സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി ഇത് അവർ ചെയ്ത പ്ലാനാ അങ്കിൾ. ചന്ദ്രികേ, അവള് പറയുന്നൊക്കെ സത്യാണോ? അയ്യോ അല്ല വല്യേട്ടാ, ഈ പെണ്ണ് പറയുന്നൊന്നും വിശ്വസിക്കരുത്. മാഗി, മോളെ മാഗി. മാഗി മാഡം, മാഗി മാഡം, മാഗി മാഡം. ഒന്നുമില്ല. ഇതൊക്കെ സ്വപ്നമായിരുന്നു. വിനയ, വിനയ, എടാ വിനയ. എടാ വിനയ, എഴുന്നേക്കടാ. എടാ വിനയ, എഴുന്നേക്കടാ. വിനയ. ഒന്ന് കണ്ണു തുറന്ന് നോക്കടാ. വിനയ, വിനയ, വിനയ കണ്ണു തുറക്കടാ. വിനയ, മോനെ വിനയ. വിനയ, വിനയ. എടാ വിനയ കണ്ണു തുറക്ക്. വിനയ, ദേവാ, ദാ വെള്ളം. വിനയ.
വിനയ വിനയ, എടാ വിനയ 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 എടാ എന്താടാ നിനക്ക് പറ്റിയത്? ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത്? ആ ചന്ദ്രിക ദേവടാ. മാളവിക ഇവര് രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ നോക്കിയ ദേവട്ടാ. അപ്പൊ നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു. ഒടുവില് മോനെ പോലെ വളർത്തിയ വിനയന്റെ ജീവൻ എടുക്കാൻ നോക്കുന്നു. ഇനി നീ ജീവനോട് ഇരിക്കണ്ട. കൗസല്യ നിൽക്ക്. ഇങ്ങനെയുള്ളവരെയൊക്കെ ഒറ്റയടിക്ക് കൊന്നുകളയാൻ പാടില്ല. ഓരോ നിമിഷവും നരകയാതന അനുഭവിച്ചുകൊണ്ട് വേണം ഇവളെ പോലുള്ളവരില്ലാതാവാൻ. ആരവിടെ? ഇവരെ വിളിച്ചോണ്ട് പോകൂ. വിളിച്ചോണ്ട് പോകാൻ. അമ്മാവാ, ഒന്നും വേണ്ട അമ്മാവാ. പ്ലീസ് അമ്മാവാ, ഇതിലും ഭേദം ഞങ്ങളെ കൊല്ലുന്നത് അമ്മാവാ. പ്ലീസ് അമ്മാവാ, വേണ്ട. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക് വല്യേട്ടാ. ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി ഇവരെ. അമ്മാവാ, വല്യേട്ട വല്യേട്ട വേണ്ട വല്യേട്ട, ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് പറ അമ്മാവാ. വല്യേട്ട വല്യേട്ട, വേണ്ട വല്യേട്ട, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. വേണ്ട വല്യേട്ട, ക്ഷമിക്ക. എന്റെ മോളെ വെറുതെ വിട്ടേക്ക് പറ വല്യേട്ട. അയ്യോ വേണ്ട വേണ്ട, എന്റെ മോളെ വിട. എന്റെ മോളെ വിടാൻ വല്യേട്ട, അവളെ വെറുതെ വിട്ടേക്കാൻ പറ വല്യേട്ട. എന്റെ മോളെ നിങ്ങൾ എങ്ങോട്ടൊക്കെ കൊണ്ടുവന്നേ? എന്റെ മോളെ വിട്, ദയവേത് എന്റെ മോളെ വിട്. എന്റെ മോളെ വിടാൻ മാളവികേ, എന്റെ കുഞ്ഞിനെ വിടാനാ പറഞ്ഞത്. മാളവികേ, എന്റെ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ?
എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. അവളെ വിട്ടേക്ക്. അവളെ വിടാൻ. വിട്. എന്റെ മോളെ വിട്. എന്റെ മോള്, എന്റെ മാളും. വല്യേട്ടനോട് തന്നെ ചോദിക്കാം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അനന്തരവളാണെന്ന് പറഞ്ഞ ഒരാളെ ചതിച്ചതും പോരാഞ്ഞിട്ട് ഒരാളെ കൊല്ലാനും നോക്കിയിരിക്കുന്നു. എന്താ ഏതെന്ന് അന്വേഷിക്കാതെ ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച എങ്ങനെ ഇരിക്കും? അത് ചന്ദ്രികയുടെ മോളാന്നോ ഇങ്ങനൊരു പ്ലാനായിട്ട് വന്നതാന്നോ ആരറിഞ്ഞു? ഇപ്പോഴേലും സത്യം മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. ശരിക്കുള്ള അനന്തരവൾ ആരാന്ന് നമുക്ക് മനസ്സിലായല്ലോ.